ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് എൻ്റെ പുതിയ വീഡിയോ ആണ്. ആ വീഡിയോ എന്തെന്ന് വെച്ചാൽ എൻ്റെ കുറേ ഓർണമെൻറ്റ്സ്, കുറച്ച് ബാംഗിൾസ്, അതിൽ കുപ്പികളൊക്കെ ഉണ്ട്. അത് പിന്നെ കുറച്ച് ജിമ്മിക്കാസ് ഒക്കെ കാണിക്കുന്ന ഒരു വീഡിയോ ആണ്. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് ഒരു സന്തോഷമുള്ള ഒരു കാര്യം നിങ്ങളുമായിട്ട് പറയാനുണ്ട്. എനിക്ക് 4000 സംതിങ് സബ്സ്ക്രൈബറായി തന്ന, എനിക്ക് സബ്സ്ക്രൈബ് ചെയ്ത് എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട് സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവർക്കും എൻ്റെ നന്ദി ഞാൻ അറിയിക്കുന്നുണ്ട്. ഇനി എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, എന്നെ ഒന്ന് വീഡിയോ ഒക്കെ എല്ലാവരും കാണണം. അപ്പോൾ നമുക്ക് എൻ്റെ കുറച്ച് ഓർണമെൻറ്റ്സ് കാണാം. കൂടുതലായിട്ട് ഞാൻ മോള് ഡാൻസ് പഠിക്കുന്ന ആളാണ്. അപ്പോൾ മോള് ഡാൻസിനൊക്കെ പോകുന്ന സമയത്ത് സ്കൂളിൽ കലോത്സവത്തിനൊക്കെ പോകാൻ വേണ്ടി ഈ ഓർണമെൻറ്റ്സിൻ്റെ ഒക്കെ ആവശ്യമുണ്ട്. അങ്ങനെ കുറച്ച് വാങ്ങിച്ചതാണ്. പിന്നെ എൻ്റെ പർപ്പസിന് വേണ്ടി വാങ്ങിച്ച കുറച്ച് സാധനങ്ങളുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് വളകൾ, കുപ്പിവള എന്ന് വെച്ചാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു സാധനമാണ്. കുപ്പിവളയുണ്ട്, അല്ലാത്ത മറ്റേ അലൂമിനിയത്തിൻ്റെ വളയുണ്ടല്ലോ, അതുകൊണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം വള നോക്കാം. എൻ്റെ കുറച്ച് വള കളക്ഷൻ. അപ്പം നമുക്ക് ആദ്യം വളയിലോട്ട് പോകാം. കുറേ എനിക്ക് ഗിഫ്റ്റ് കിട്ടിയ വളകളുണ്ട്, പിന്നെ ഞാൻ കുറച്ച് വാങ്ങിച്ച വളകളുണ്ട്. അപ്പം നമുക്ക് ഇതിൻ്റെയൊക്കെ ബാക്കിയൊന്നും കാണാനില്ല കേട്ടോ. ഇത് തോട്ട വളയാണ്. എന്താ, ഇതൊരു സാരിയുടെയൊക്കെ മാച്ചിന് ഞാൻ വാങ്ങിച്ച വളയുണ്ട്. പിന്നെ ഇതൊക്കെ എനിക്ക് ഗിഫ്റ്റ് കിട്ടിയതാണ്. ഈ വളയൊക്കെ ഇതിൻ്റെ ഇടയിലൊക്കെ ഉണ്ട് വേറെ സംഭവമൊക്കെ, അതൊക്കെ പോയി. പിന്നെ ഇതിൽ കളറ് ഒക്കെ പോയതാണ്. ഇത് ഒരു ടൈപ്പ് വളയാണ്. ഇതെനിക്ക് വലിയ ഇഷ്ടമാണ്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇടുന്നതാണ്. പിന്നെ ഞാൻ ഏറ്റവും കൂടുതൽ ബ്ലാക്ക് ഇങ്ങനത്തെ വള ഉപയോഗിക്കാറുണ്ട്. ഇത് സെറ്റ് ചെയ്യണം. ഇതിൻ്റെ ഇടയിലൊക്കെ കണ്ട ഏറ്റവും കൂടുതൽ ഞാൻ ബ്ലാക്ക് വളകളാണ് വാങ്ങിക്കണത്. ഇങ്ങനത്തെ വളകളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇങ്ങനെ കൈ നിറച്ച് വള ഇങ്ങനെ ഇട്ട് നടക്കാൻ. കുപ്പിവള ഇതുപോലത്തെ വളയൊക്കെ ഇഷ്ടമില്ലാത്ത ആരെങ്കിലും ഉണ്ടോ? എല്ലാവർക്കും ഇഷ്ടമല്ലേ. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഇങ്ങനത്തെ ഗ്രീനും റെഡും കൂടെ മിക്സ് ചെയ്ത് ഗ്രീനും റെഡും കൂടെ മിക്സ് ചെയ്തിടും. സത്യം ഇത് ചെറുതാണേ. ഇത് ഞാൻ ഈ സോപ്പൊക്കെ ഇട്ടാണ് ഈ കയ്യിൽ കരുന്നത്. എനിക്ക് ഒരുപാട് ഈ പാണ്ടാളം പോലത്തെ വള എനിക്കിഷ്ടമല്ല. എനിക്ക് കുഞ്ഞു ഇങ്ങനത്തെ വളകൾ കയ്യിലിങ്ങനെ നല്ലപോലെ ടൈറ്റായിട്ട് കിടക്കുന്നതാണ് എനിക്കിഷ്ടം. പക്ഷേ കുപ്പിവള നമുക്കതിൽ കയ്യിൽ കയറ്റാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്, പെട്ടെന്ന് പൊട്ടിപ്പോവും. അപ്പോൾ ഇതൊരു സെക്ഷനാണ്. ഇത് ഗ്രീനും റെഡും കൂടെ മിക്സ് ചെയ്തിടാൻ നല്ല രസമാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു ഗോൾഡൻ്റെ എനിക്കൊരു ഗോൾഡൻ ബ്ലാക്കും കൂടെ ആയിട്ടുള്ള ഒരു സാരി ഉണ്ട്. അപ്പോൾ അതിന് മേച്ച ഞാൻ വാങ്ങിച്ചതാണ്. പിന്നെ ഒരു വൈറ്റ് ഇതൊക്കെ ഗിഫ്റ്റ് കിട്ടിയതാണേ. പിന്നെ ഇത് ഏതോ ഒരു ഡ്രസ്സിനുള്ള ഇതാണ്, ഓറഞ്ചും വൈറ്റും കൂടെ ആയിട്ടുള്ളത്. ഇതിൻ്റെ ബാക്കിയൊന്നും കാണാനില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളതാണ്. ഇത് ഞാൻ ചിലപ്പോഴൊക്കെ വെയർ ചെയ്യാറുണ്ട്. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ഇങ്ങനത്തെയൊക്കെ കളറാണ് എനിക്കിഷ്ടം. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ബ്ലാക്കാണ്. ഞാൻ ബ്ലാക്കിന് അടിമയാണ്. പിന്നെ ഇത് മോക്കൊരു ഡ്രസ്സിന് വേണ്ടി ഞാൻ വാങ്ങിച്ചതാണ്. ഇത് മോളെ ഈ ബ്ലൂ ഒരു സ്കൂളിലൊരു ഫംഗ്ഷന് വേണ്ടി മോക്ക് വാങ്ങിച്ചതാണ്. പിന്നെ ഇത് മോക്കുള്ളതാണ്. ഇത് ഉത്സവത്തിന് മണവാട്ടിയായിട്ട് പോയ സമയത്ത് പിന്നെ മോക്ക് വാങ്ങിച്ചതാണ്. അവൾ ഒരു പ്രാവശ്യം മണവാട്ടിയായിരുന്നു, അങ്ങനെ വാങ്ങിച്ചതാണ് ഈ ഗോൾഡൻ വള. അന്നൊരു ദിവസം ഇട്ടതേനെ. പിന്നെ ഇത് വെറുതെ ഇങ്ങനെ കെട്ടി വെച്ചിരിക്കുകയാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇത് എനിക്ക് വലിയ ഇഷ്ടമുള്ള ഇതാണ്. പക്ഷെ നിങ്ങൾ നോക്കുമ്പോൾ ഇതെനിക്ക് കയറില്ല. പക്ഷെ ഇതിനെ ഞാൻ കയറ്റും, എങ്ങനെയെങ്കിലൊക്കെ ഞാൻ കഴിക്കാത്ത ഇത് കയറ്റും. എനിക്കിങ്ങനത്തെ വളയൊക്കെ ഇഷ്ടമാണ്. പിന്നെ അതുപോലെ ഒരു ഗ്രീന്, ഇത് കണ്ട നല്ല രസമാണ്. നല്ല ഒരു ഗ്രീനാണിത്. ഇതൊരെണ്ണമുണ്ട്. പിന്നെ ഏറ്റവും കൂടുതൽ ഞാൻ ഡെയിലി യൂസ് ചെയ്യണത് ഇതാണ്. അവിടെ പോകണമെങ്കിൽ ഇതിനെ എടുത്തത് ഇങ്ങനെ കയറ്റിയിട്ടുണ്ട് അങ്ങ് പോവും. വേണ്ട, ഇതെനിക്ക് ഇഷ്ടമുള്ള വളയാണ്. ഇത് മറ്റേ വുഡാണെന്ന് തോന്നുന്നു, എന്തോ ആണ് ഇത്. അതൊരു വളയുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു യെല്ലോ, ഇതും മോക്ക് പാവാടയും ബ്ലൗസിനൊക്കെ മേച്ചാണ്. ഇതൊക്കെ ഗിഫ്റ്റ് കിട്ടിയതാണ്. ഇതെനിക്ക് ഒരാൾ തന്ന വളയാണിത്. ഇതൊക്കെ നമുക്ക് ഡെയിലി യൂസിനൊക്കെ എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ പെട്ടെന്ന് ഇതിനെയൊക്കെ എടുത്തിട്ടുണ്ട് അങ്ങ് പോവാം. ഇങ്ങനത്തെ വളകൾ ഇതൊക്കെ സാരി മേച്ചാണ്. ഇതിൻ്റെതല്ല, ഇതിൽ എവിടെ നിന്നോ വന്ന് കയറിയതാണ്. ഇത് ഇവിടുത്തെ അല്ല. ഇതൊരു കളറ്, ഇതൊരു കളറ്, രണ്ട് കളറ്. കുപ്പിവള കളക്ഷൻ തീർന്നു. ഇനി അടുത്ത എൻ്റെ കുറച്ച് മാലകളാണ്. അപ്പോൾ ഇതൊരു മാലയാണ്. ഇതിന് മുന്നേ ഞാനിത് ഷോർട്ട് വീഡിയോ ആയിട്ടൊക്കെ കാണിച്ചു. ഇതൊരു മാലയാണ്. ഇതൊരു ലോങ് മാലയാണ്.
കണ്ട. പിന്നെ അടുത്തതായിട്ട് ഇത് 2 മാലയാണ്. ഇത് 2 സെറ്റോടെ ഞാൻ വാങ്ങിച്ചതാണ്. ഇതാണ് മോള് പിന്നെ കലോത്സവത്തിന് മണവാട്ടിയായി പോയപ്പോഴത്തേക്ക് അവൾ ഇട്ടതാണ്. ഈ ഒരു ചോക്കറും ഉണ്ടായിരുന്നു ഇതിൻ്റെ കൂടെ, ഈ ഒരു മാല. കുറേ കുറച്ച് മാല ഉണ്ടായിരുന്നു, ഫോട്ടോസ് ഉണ്ടായിരുന്നതാണ്. ഇത് ഇപ്പം കാണാനില്ല. ഇപ്പം അങ്ങനെ ഇട്ടിട്ടുണ്ട്, അങ്ങനെ വേറെ ചെയ്തിട്ടുണ്ട്. ഇത് അന്ന് ഇട്ടതന്നെ അതുപോലെ കൊണ്ടുവന്ന് പെട്ടിക്കകത്ത് വെച്ചിരിക്കുകയാണ്. ഇതൊരു നല്ല ഒരു മാലയാണിത്. പിന്നെ ഇതുപോലത്തെ ഒരു വലിയ ലോങ് മാലയാണ്. ഇതൊരു ടെമ്പിൾ കളക്ഷൻ അങ്ങനെയാണെന്ന് തോന്നുന്നു. അതിൽ നിന്ന് ഞാൻ മീഷോ എന്താ മേടിച്ചതാണ്. ഇത് നോക്ക്, നടുക്കൊരു സരസ്വതിയുടെ ഒരു ഇതൊക്കെ ഉള്ള മാല. ഇതൊന്നും ഉപയോഗിക്കില്ല, ഇതൊക്കെ ഇങ്ങനെ വെറുതെ വെച്ചിരിക്കും. പിന്നെ മോളെ ഡാൻസിൻ്റെ ഇതൊക്കെ വരുമ്പോഴത്തേക്ക് അവൾക്ക് ഉപയോഗിക്കാമല്ലോ എന്ന് പറഞ്ഞ് ഞാൻ വാങ്ങിച്ചതാണ്. ഇത് നമ്മളതാ ഇവിടെ ഇങ്ങനെ കെട്ടണ സാധനം. ഇതിൻ്റെ പേരെന്തോന്നു, ഒട്ടിയാണോ അങ്ങനെ എന്തോ ആണ്, എന്തോ സാധനമാണിത്. ഇതും വാങ്ങിച്ചതാണ്. അവൾക്ക് പിന്നെ തിരുവാതിര ഉണ്ടായിരുന്നു. പിന്നെ തിരുവാതിരയും പിന്നെ അവൾ ഏതൊക്കെ ഡാൻസ് ഉണ്ടായിരുന്നു. ആ സമയത്ത് ഇതിൻ്റെയൊക്കെ ആവശ്യം ആയതുകൊണ്ട് ഞാൻ അന്ന് വാങ്ങിച്ചതാണ്, ഓർഡർ ചെയ്ത്. അതൊരെണ്ണം. പിന്നെ ഇത് ഇങ്ങനത്തെ ടൈപ്പ്, ഇതിൻ്റെ സ്റ്റോണൊക്കെ പോയി, ഇളകിപ്പോയി. ഇതൊരു മാല, ഇതിൻ്റെ കല്ലൊക്കെ പോയി. ഇതൊരു മാല. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഇതൊരു ചോക്കറാണ്. ഇതൊരു എല്ലാം കൂടെ മിക്സ് ചെയ്തിരിക്കുക. ഇത് ഒരു ചോക്കറാണ്. ഇതൊരു ടെമ്പിൾ ജ്വല്ലറിയിലൊക്കെ വരുന്നതാണ്. ഇതിൻ്റെയൊക്കെ കളറ് ഒന്ന് ചെറുതായിട്ടൊന്ന് പോയിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് അന്ന് പിന്നെ കാശുമാല മസ്റ്റായിരുന്നു. എല്ലാവരും കാശുമാല ഇടണമെന്ന് പറഞ്ഞപ്പം ഞാൻ വാങ്ങിച്ചതാണ് കാശുമാല. 2 വെറൈറ്റി കാശുമാല വാങ്ങിച്ച്, ഒന്ന് ഇങ്ങനത്തെ ടൈപ്പും ഒന്ന് ഇങ്ങനത്തതും. ഇത് കോംബോ ആയിരുന്നു, രണ്ടും കൂടെ ചെറിയ റേറ്റായിരുന്നു. അങ്ങനെ വാങ്ങിച്ചതാണ്. ഇത് തിരുവാതിരയ്ക്ക് മോക്കിടാൻ വേണ്ടി വാങ്ങിച്ചതാണ്. ഇത് പിന്നെ ഇടയ്ക്കൊക്കെ ഞാൻ അമ്പലത്തിലൊക്കെ പോകുമ്പോഴത്തേക്ക് ഇടാറുണ്ട്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും സീരിയലിൻ്റെ ഷൂട്ടിങ്ങിനൊക്കെ പോണ ആൾക്കാർ വാങ്ങിച്ചു വയ്ക്കുമ്പോൾ ഞാൻ വാങ്ങിച്ചു വയ്ക്കുന്നതൊന്നുമല്ല. പിന്നെ ഇത് ഒരു ഓണത്തിനെന്തോ ഒരു ഫംഗ്ഷന് വേണ്ടി വാങ്ങിച്ചതാണ്. ഇതിൻ്റെ ഒരു കമ്മൽ ഇതിൻ്റെ ഇടയിൽ എവിടെയോ ഉണ്ട്. ഇത് നല്ല ഒരു നെക്ലസ്സാണ്, ചെറുത്. പിന്നെ സൂഫിയുടെ ഇത് ആ സമയത്ത്, ആ ട്രെൻഡായ സമയത്ത് എനിക്ക് ഇഷ്ടപ്പെട്ട് ഞാൻ വാങ്ങിച്ചതാണ് സൂഫി നെക്ലസ്. പക്ഷെ നല്ലതാണ്, കുറേ നാൾ ഞാൻ ഉപയോഗിച്ചതാണ്. പക്ഷേ ഈ ഭാഗത്തെ കളറൊക്കെ ചെറുതായിട്ടൊന്ന് പോയിട്ടുണ്ട്. ഇതിൻ്റെ കമ്മലും ഉണ്ട്, ചെറിയ കമ്മലും ഉണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് മാറ്റി വയ്ക്കുക ഇങ്ങോട്ട്. പിന്നെ ഒരു പാലക്കയുടെ ഒരു കമ്മൽ, മാല, പാലക്ക. ഇത് എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു സംഭവമാണ് പാലക്ക എന്ന് പറയുന്നത്, അല്ലേ? വലിയ ഇഷ്ടമുള്ളൊരു സംഭവം. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ പിന്നെ എനിക്കൊരു മൂക്കുത്തി വാങ്ങിക്കാൻ വേണ്ടി ഞാൻ രാജകുമാരിയിൽ പോയപ്പോഴത്തേക്കും, നമ്മളെ തിരുവനന്തപുരം രാജകുമാരിയിൽ, അവിടെ നിന്ന് 300 രൂപയ്ക്ക് വാങ്ങിച്ചതാണ്. ഇതിപ്പം വാങ്ങിച്ചിട്ട് 3-4 വർഷമാവും. പക്ഷെ ഇതിൻ്റെ കളറൊന്നും ചേഞ്ച് ചെയ്യാതെ നല്ല കളറായിട്ടിരിക്കുന്നുണ്ട്. ഈ ഗോൾഡൻ്റെ കളറിലൊന്നും ഒരു കുഴപ്പമില്ല. ഞാൻ മിക്കവാറും ഇത് ഉപയോഗിക്കാറുണ്ട്. എൻ്റെ വീഡിയോയിലൊക്കെ ഉണ്ട് ഞാനിത് ഇടണത്. നല്ല ക്വാളിറ്റിയുള്ള മുത്താണ്. ഇത് നല്ല മാലയാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള മാലയാണ്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് എവിടെയെങ്കിലുമൊക്കെ ഇടുകയൊക്കെ ചെയ്യും. പിന്നെ അത് കഴിഞ്ഞിട്ട് മോക്ക് വേണ്ടി ഞാൻ വാങ്ങിച്ചോണ്ട് പിന്നെ ഒരു ചോക്കർ. ഇത് ഞാൻ മീഷോന്ന് വാങ്ങിച്ചതാണ്. ഒരു ചോക്കർ ഇങ്ങനെ വയ്ക്കാം. ഇതൊരു ചോക്കർ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇത് പൊട്ടിപ്പ്. ഇത് നല്ല കാര്യം, ഇത് 2 കഷ്ണമായി. ഇത് പൊട്ടി. അതെന്തെങ്കിലും ചെയ്യാം നമുക്ക്. ഇതിവിടെ ലോക്ക് എന്തോ ഉണ്ട്, ലോക്കിലത് കോർത്ത് വയ്ക്കണം. അത് കോർത്ത് വയ്ക്കാം, ഇങ്ങനത്തെ ടൈപ്പ്. ഇത് 2 മാലയുണ്ട് ഇതുപോലത്തെ. ഇത് സെറ്റോടെ വാങ്ങിച്ചതാണ് ഞാൻ. ഇത് എന്തോന്നോ ഒരു കോപ്പർ എന്ന് പറയും ഇതിൻ്റെ പേര്. എന്തോന്നോ കോപ്പറാണിത്. അതാണ് ഇതൊരു കോപ്പറിൻ്റെ ഈ കളറിൽ ഇങ്ങനെ ഇരിക്കുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതാണ് ഈ മാല. ഈ കറുത്ത, പണ്ടൊരു സീരിയലിൽ ഒരു നടിയുണ്ട്, അവരെപ്പോഴും ഇങ്ങനത്തെ ഈ കറുത്ത മാല ഉപയോഗിക്കുമായിരുന്നു. അങ്ങനെ ഞാൻ അത് കണ്ട് ഇഷ്ടപ്പെട്ട് ഞാൻ വാങ്ങിച്ചതാണ്. കുറച്ച് കളറ് ഇതായിട്ടുണ്ട്, കുറേ ഉപയോഗിച്ചതാണ്. ഇതാണ് എൻ്റെ മാലയുടെ കളക്ഷൻ. ഇനി അടുത്ത നമുക്ക് കമ്മൽ നോക്കാം. ജിമിക്കേഴ്സാണ് ഏറ്റവും കൂടുതൽ. അപ്പം നമുക്ക് ജിമിക്ക ഒന്ന് കാണാം. ഇനി കുറച്ച് കമ്മലിൻ്റെ കളക്ഷനാണേ. ഇങ്ങനത്തെ ടൈപ്പ് കമ്മലൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇതൊരു
ഇത് പിന്നെ ഈസ്റ്റ് കോട്ടിൽ നിന്ന് വാങ്ങിച്ചതാണ് ഞാൻ. നമ്മളവിടെ ഈസ്റ്റ് കോട്ടിലൊക്കെ ഹിന്ദിക്കാരന്മാർ കൊണ്ടിട്ട് വിൽക്കുന്നില്ല കമ്മൽ, അതൊക്കെയാണ്. പിന്നെ ഇത് ഒരു വലിയ ജിമുക്ക, ഇതൊരു വലിയ ജിമുക്ക, ഇതൊന്ന് 2. പിന്നെ അത് ഹാങ്ങിങ് ടൈപ്പ് തന്നെ, ഇങ്ങനത്തെ ടൈപ്പ് ഹാങ്ങിങ് ടൈപ്പ്. ഇതൊക്കെ എനിക്ക് വലിയ ഇഷ്ടമാണ്. ഇതൊക്കെ ഡെയിലി യൂസിന് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അവിടെ തന്നെ ഞാൻ ഈസ്റ്റ് കോട്ടിൽ പോയപ്പോൾ തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട് ഒരെണ്ണം വാങ്ങിച്ചതാണ്. മയിൽപ്പീലി പോലെ വന്നിട്ട് ചെറിയ ഒരു ഗോപുരത്തിൻ്റെ ഈ ഒരു സാധനം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് ബ്ലാക്ക് മെറ്റലിൻ്റെ തന്നെ പിന്നെയും ഉണ്ട് ഇങ്ങനത്തെ ടൈപ്പ്. എൻ്റെ ഏറ്റവും കൂടുതൽ ഡ്രസ്സായാലും കമ്മലായാലും എനിക്കിഷ്ടപ്പെട്ട സാധനം എടുക്കണം, ഞാൻ ബ്ലാക്ക് കൂടുതൽ മിക്സായ സംഭവങ്ങളെ എടുക്കുകയുള്ളൂ. ഇതിൻ്റെ താഴെയൊക്കെ കറുത്ത മുത്തുണ്ടാവും, ബ്ലാക്ക് കൂടുതൽ ഇഷ്ടമായിട്ടാണ് അങ്ങനെ എടുക്കുന്നത്. ഇതൊരു മയിൽപ്പീലിയുടെ ഒരു എന്താ മയിൽപ്പീലി കണ്ണിൻ്റെ ഒരു കമ്മലാണ്. പിന്നെ ഞാൻ നേരത്തെ കാണിച്ച ഒരു നെക്ലസിൻ്റെ ഈ നെക്ലസിൻ്റെ ഇതിൻ്റെ കൂടെ കിട്ടിയ കമ്മലാണിത്. ഈ കമ്മൽ ഇതൊരു മേച്ചാണിത് ഈ കമ്മൽ. പിന്നെ ഇത് ഒരു സമയത്ത് ഭയങ്കര ട്രെൻഡായിരുന്ന കമ്മലായിരുന്നു ഇത്. ഇതുപോലെ ഞാൻ ഇങ്ങനെ അടുപ്പിച്ചടുപ്പിച്ച് ഇങ്ങനെ കുത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ കമ്മൽ ഇവിടെ ഇടുമ്പോഴത്തേക്ക് കാത് നല്ല നിറഞ്ഞ് സെറ്റായിട്ട് കിടക്കും. പിന്നെ അതുപോലത്തെ വേറെ ഒരു കമ്മൽ, അതിനെക്കാട്ടി ഇത് എൻ്റെ ഒരു കുഞ്ഞമ്മയുണ്ട്. ആ കുഞ്ഞമ്മ എനിക്ക് ഗിഫ്റ്റായിട്ട് തന്ന വാച്ചാണ്. തന്നിട്ട് 2-3 വർഷമായി. എനിക്ക് ഭയങ്കര ഇഷ്ടമാണത്. എവിടെയെങ്കിലുമൊക്കെ പോകും, ഇപ്പോൾ ഓടണില്ല എങ്കിലും ഞാനെടുത്ത് കെട്ടും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, എനിക്കിഷ്ടമുള്ള ഒരാളും കൂടെയാണത്. പിന്നെ അത് കഴിഞ്ഞിട്ട് കമ്മൽ ഇതെനിക്ക് ഒരാൾ ഗിഫ്റ്റ് തന്നതാണ്. ഇത് ഒരു 5 വർഷം 6 വർഷമായ സാധനമാണ്. പക്ഷെ എനിക്ക് കളയാൻ തോന്നണില്ല, കളറൊക്കെ പോയിട്ടുണ്ട്. പക്ഷെ ഞാൻ ഇങ്ങനത്തെ ഒരു സാധനം കളയൂല കേട്ടോ, എല്ലാം ഞാൻ സൂക്ഷിച്ച് വയ്ക്കും. ഒരുപാട് ഇതുണ്ട്. ഇത് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഓണത്തിന് വാങ്ങിച്ചതാണ്. ഇത് സാരിക്ക് നമുക്ക് പാവാടയും ബ്ലൗസിനൊക്കെ പറ്റിയതാണ്. എനിക്ക് ഇഷ്ടപ്പെട്ട് ഞാൻ വാങ്ങിച്ചതാണ്. പക്ഷെ ഒരു കാര്യം, ഞാൻ ഇന്ന് കമ്മലിടാൻ മറന്നുപോയി. ഞാൻ ഇപ്പോഴാണ് ഓർത്തത്, ഞാൻ കമ്മലിട്ടിട്ടില്ല, മറന്നുപോയി. പിന്നെ കുറേ അതുപോലെ തന്നെ കുഞ്ഞ് എടുത്ത് കാണിക്കാൻ വലിയ ബുദ്ധിമുട്ട്. ഇങ്ങനത്തെ ടൈപ്പ് ഹാങ്ങിങ് ടൈപ്പ് ഇങ്ങനത്തെ സെറ്റോടെ ഉള്ളതുണ്ട്. ഇതൊക്കെ ഒരുപാട് വലിയ കമ്മലാണ്. എനിക്ക് വലിയ ജിമിക്കീസൊക്കെ വലിയ ഇഷ്ടം. ഇത് മോക്ക് ഞാൻ സ്കൂളിൽ ഫംഗ്ഷന് വേണ്ടി വാങ്ങിച്ചതാണിത്. ഇത് മണവാട്ടിയായിട്ട് ഇട്ടുകൊണ്ട് പോകാൻ വേണ്ടി വാങ്ങിച്ചതാണ് ഇത് 2. പിന്നെ ഹാങ്ങിങ് ടൈപ്പ് ഉണ്ട്, ഇങ്ങനത്തെ കുഞ്ഞ് നമുക്ക് ഈ ടോപ്പിൻ്റെ കൂടെയൊക്കെ ഇടാൻ പറ്റിയ ചെറിയ ഉണ്ട്. പിന്നെ ഒരു ബുദ്ധൻ്റെ ഒരു കമ്മലുണ്ട്. ഇത് കുറേ വർഷത്തിന് മുമ്പ് ഞാൻ വാങ്ങിച്ചതാണ്. പക്ഷെ അത് അധികം കളറൊന്നും പോയിട്ടില്ല. ഒരു ബുദ്ധൻ്റെ ഒരു കമ്മൽ, ബുദ്ധൻ്റെ കമ്മൽ. അങ്ങനെ കമ്മലിൻ്റെ ഉണ്ട്. പിന്നെ നമ്മുടെ സൂഫിയുടെ അതിൻ്റെ ആ മാലയുടെ സ്റ്റഡാണിത്, സൂഫിയുടെ. പിന്നെ ഇങ്ങനെ ഇയർ ചെയിനിൽ കൂടെ ഇങ്ങനെ ഇടുന്ന ഈ സാധനമുണ്ട്. വേണ്ട, ഇതൊക്കെ മോക്ക് വേണ്ടി ഞാൻ വാങ്ങിച്ചതാണ്. പിന്നെ ഇതൊക്കെ കുറേയൊക്കെ ഈ മാലയുടെ നെക്ലസിൻ്റെ കൂടെ കിട്ടിയതാണ്. ഇതല്ല അതിൻ്റെ എവിടെ പോയി, ഇത് 2 ആ ടെമ്പിൾ ജ്വല്ലറിയിൽ അതിലേതോ ഒരു സെറ്റിൻ്റെ കമ്മലാണിത്. പിന്നെ അല്ലാതെ ഞാൻ സെപ്പറേറ്റ് വാങ്ങിച്ചതാണ് ഇതൊക്കെ. എന്താ ഞാൻ പറഞ്ഞില്ലേ, കറുപ്പ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ബ്ലാക്ക് സ്റ്റോൺ മുത്തുള്ളതൊക്കെ നോക്കി ഞാൻ എടുക്കുള്ളൂ ഏറ്റവും കൂടുതൽ. പിന്നെ ഏറ്റവും കൂടുതൽ ജിമിക്കാസാണ് എനിക്കിഷ്ടം. എനിക്ക് ജിമിക്ക ചേരുമെന്നാണ് എൻ്റെ ഒരിത്. അതുകൊണ്ട് ഞാൻ ജിമിക്ക മാത്രമേ വാങ്ങിക്കത്തുള്ളൂ. അതാണ് എനിക്കിഷ്ടം. ഞാൻ വേറെ ഒരു കമ്മൽ അധികം ഉപയോഗിക്കില്ല, ജിമിക്കാസേ ഞാൻ ഉപയോഗിക്കുള്ളൂ. ഇങ്ങനത്തെ ടൈപ്പ് കമ്മലുകളാണ് കൂടുതൽ. അപ്പോൾ ഇത്രയാണ് എൻ്റെ കളക്ഷനൊക്കെ. എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു എൻ്റെ വീഡിയോ. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ മാത്രം പോരാ, കമൻ്റൊക്കെ ഇടണം. എന്തൊക്കെ പുതിയ വീഡിയോകളൊക്കെ ഇടണമെന്നൊന്ന് പറഞ്ഞു തന്നാൽ ഞാൻ അതൊക്കെ നോക്കാൻ ചെയ്യാൻ വേണ്ടി. അപ്പോൾ കമൻ്റ് ആവശ്യമാണ്, ലൈക്ക് എല്ലാവരും ഇടണം, ലൈക്ക് ആവശ്യമാണ്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് പോകണം. അപ്പോൾ ഇതൊക്കെയാണ്. ഇനി ഒരു പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. ബൈ.